അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികൾ, പരിശുദ്ധ റജബ് മാസത്തിലാണ് നമുക്കെയും നിലകൊള്ളുന്നത്. റജബ് അത് അള്ളാഹുവിന്റെ മാസമാണ്. നാം ചെയ്യുന്ന ആരാധനകൾക്ക് അള്ളാഹു തആല ഇരട്ടിയായി പ്രതിഫലം തരുന്ന അതിമഹത്തായ ഒരു മാസമാണ് റജബ് മാസം. റജബിലെ ഒറ്റ നോമ്പിന് തന്നെ ഇഖ്ലാസോടുകൂടെ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അദ്ദേഹത്തിന് ഒരു വർഷം നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. അത്രയും മഹത്വമുള്ള ഒരു മാസമാണ് റജബ് മാസം. റജബിനെ ബഹുമാനിച്ചവനെ അള്ളാഹു തആല ബഹുമാനിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് റജബിൽ നല്ലവണ്ണം ഇബാദത്തെടുക്കാനും തെറ്റതൊന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനും ഞാനും നിങ്ങളും സന്നദ്ധരാവണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന അതിപ്രധാനപ്പെട്ട ഒരു ഇസ്തിഗ്ഫാർ, ഒരു ദുആ. റജബിലും ശഅബാനിലും എല്ലാ ദിവസവും 7 തവണ വീതം മഹാന്മാർ ചൊല്ലാൻ നിർദ്ദേശിച്ച അതിപ്രധാനപ്പെട്ട ഒരു ദുആ, ഹദീസിൽ അടക്കം വന്ന ഒരു ദുആ ആണ്. മഹാനായ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഈ ഒരു പ്രാർത്ഥന റജബിലും ശഅബാനിലും ഓരോ ദിനങ്ങളിലും 7 തവണ വീതം നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ, അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചൊല്ലാം. ശഅബാൻ മാസം വരും, ശഅബാനിലും ചൊല്ലാം. റജബിലെ ഓരോ ദിനങ്ങൾ കടന്നു വരുന്ന ഓരോ ദിനങ്ങളിൽ നമുക്ക് ചൊല്ലാം. അങ്ങനെ ചൊല്ലാണെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കിനോട് പറയുമത്രേ, അദ്ദേഹത്തിന്റെ തെറ്റുകൾ രേഖപ്പെടുത്തിയ, ദുനൂബുകൾ രേഖപ്പെടുത്തിയ ഏടിനെ തന്നെ, ആ ഒരു കിതാബിനെ തന്നെ കരിച്ചു കളയാൻ വേണ്ടി മലക്കിനോട് അല്ലാഹു തആല കൽപ്പിക്കുമെന്ന് ഹദീസിൽ വന്ന ഏറ്റവും മനോഹരമായൊരു ഇസ്തിഗ്ഫാറാണ് പറയാൻ പോകുന്ന ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് എല്ലാവരും റജബിലെ ഇനി വരുന്ന ദിനങ്ങളിൽ ശഅബാൻ മാസത്തിലും ഓരോ ദിനവും 7 തവണ വീതം ചൊല്ലാൻ ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതാണ് ഇസ്തിഗ്ഫാർ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ലിനഫ്സിഹി മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. ഈ ഒരു ഇസ്തിഗ്ഫാർ ഓരോ ദിനവും, ഇനി വരുന്ന ഓരോ ദിനവും 7 തവണ വീതം ചൊല്ലാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ധാരാളം ഹസനത്തുകൾ ചെയ്ത് മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടെ പുഞ്ചിരിയോടുകൂടെ മുത്തായ തങ്ങളെ കണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടുകൂടെ മരിക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.